നമസ്കാരം. ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റും അതിൻ്റെ സ്റ്റെബിലൈസേഷനെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻ്റ് എന്താണ്, ക്യൂ പോയിൻ്റ് എങ്ങനെ മാർക്ക് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായി ട്രാൻസിസ്റ്റർ ബയാസിംഗ്. ട്രാൻസിസ്റ്റർ എന്നത് 3 ടെർമിനലുള്ള ഒരു ആക്റ്റീവ് ഡിവൈസാണ്. അതിൻ്റെ 3 ടെർമിനലിലും ആവശ്യത്തിന് വോൾട്ടേജും അതിലൂടെ ആവശ്യത്തിന് കറണ്ടും സെറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് പോലുള്ള കമ്പോണൻസ് ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ട്രാൻസിസ്റ്റർ ബയാസിങ്ങിലൂടെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് കറണ്ട്, അതായത് കളക്ടർ കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് കളക്ടർ എമിറ്റർ വോൾട്ടേജും ഒരു പ്രത്യേക വാല്യൂ സെറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ സർക്യൂട്ട് നോക്കിയാൽ ഇതിൽ ഒരു ട്രാൻസിസ്റ്ററും അതിനെ ബയാസ് ചെയ്യാനായിട്ടുള്ള കമ്പോണൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു ട്രാൻസിസ്റ്ററിനെ 2 റെസിസ്റ്റൻസുകൾ ഉപയോഗിച്ച് ബയാസ് ചെയ്തിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. റെസിസ്റ്റൻസ് RB ഇതിനെ ബേസ് റെസിസ്റ്റൻസ് എന്നും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ബേസ് കറണ്ട് IB എന്നും പറയുന്നു. അതുപോലെ കളക്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് RC ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ICയുമാണ്. ഇത് കൂടാതെ ബേസ് വോൾട്ടേജ് VB, ബേസ് എമിറ്റർ വോൾട്ടേജ് VBE, കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE എന്നിവ മാർക്ക് ചെയ്തിരിക്കുന്നു. കൂടാതെ IE എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടാണ്. ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ടായ ICയും ഔട്ട്പുട്ട് വോൾട്ടേജായ VCയും തമ്മിലുള്ള റിലേഷനാണ്. ബയാസിങ്ങിലൂടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ 2 ജംഗ്ഷൻസിൽ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുകയും ബേസ് കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യുകയുമാണ് ബയാസിംഗ് സർക്യൂട്ട് ചെയ്യുന്നത്. അതുവഴി ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയനിൽ നിലനിർത്താൻ സാധിക്കും. ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റ്? ക്യൂ പോയിൻറ്റിനെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്നും ബയാസ് പോയിൻ്റ് എന്നും ക്വിസൻറ്റ് പോയിൻ്റ് എന്നും വിളിക്കാറുണ്ട്. ട്രാൻസിസ്റ്റർ പോലുള്ള ഒരു ആക്റ്റീവ് ഡിവൈസിൻ്റെ ക്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഒരു DC വോൾട്ടേജോ DC കറണ്ടിനെയാണ് കാണിക്കുന്നത്. വെൻ നോ ഇൻപുട്ട് സിഗ്നൽ ഇസ് അപ്ലൈഡ്, അതായത് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഒരു ആക്റ്റീവ് ഡിവൈസിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിനെയോ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജിനെയാണ് ക്യൂ പോയിൻ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. നമുക്ക് വീണ്ടും പഴയ സർക്യൂട്ട് പരിഗണിക്കാം. ഈ സർക്യൂട്ടിൻ്റെ ക്യൂ പോയിൻ്റ് എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് VCയും ഔട്ട്പുട്ട് കറണ്ട് ICയും തമ്മിലുള്ള റിലേഷൻ, അതായത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ ഇൻപുട്ട് കറണ്ടാണ്, അതായത് IB. ഇത് കൂടാതെ 2 പോയിൻറ്റ്സ് Aയും Bയും തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന പേര് DC ലോഡ് ലൈൻ എന്നാണ്. DC ലോഡ് ലൈനും IBയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഈ സർക്യൂട്ടിൻ്റെ DC ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കുന്നു, അതിലെങ്ങനെ ക്യൂ പോയിന്റ് മാർക്ക് ചെയ്യാം എന്ന് നോക്കാം. മുൻപ് പറഞ്ഞതുപോലെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരയ്ക്കേണ്ടത്, അതായത് VCEയും ICയും തമ്മിലുള്ള റിലേഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജായ VCE X ആക്സിസിലും ഔട്ട്പുട്ട് കറണ്ടായ IC Y ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. VCEനെ വോൾട്ടേജിലും ICനെ മില്ലി ആംപിയറിലും മാർക്ക് ചെയ്യുന്നു. ഈ ഗ്രാഫിൽ ബേസ് കറണ്ടിൻ്റെ ഡിഫറൻറ്റ് വാല്യൂസിന് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. 0 മൈക്രോ ആംപിയറിൽ തുടങ്ങി മാക്സിമം വാല്യൂ വരെയുള്ള ബേസ് കറണ്ടിന് വേണ്ടിയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നു. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തതായി എങ്ങനെ DC ലോഡ് ലൈൻ വരയ്ക്കാം എന്ന് നോക്കാം. DC ലോഡ് ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടി ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി KVL ഇക്വേഷനാണ് വേണ്ടത്, അതായത് കിർച്ചോഫ് വോൾട്ടേജ് ലോ. KVL അനുസരിച്ച് VCC = VCE + ICRC, അതായത് വോൾട്ടേജ് VCC = വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC, അതായത് IC × RC + VCE. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ DC ലോഡ് ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടി X ആക്സിസിൽ ഒരു പോയിന്റും Y ആക്സിസിൽ മറ്റൊരു പോയിന്റും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. X ആക്സിസിൽ ICയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ KVL ഇക്വേഷൻ നമുക്ക് IC = 0 എന്ന് കൊടുക്കാം. അപ്പോൾ VCC = VCE, അതായത് ഇവിടെ നമുക്ക് പോയിന്റ് VCE = VCC എന്ന് ലഭിക്കും. അടുത്തതായി Y ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കാം. Y ആക്സിസിൽ VCE 0 ആണ്, അതുകൊണ്ട് VCC = ICRC, IC = VCC/RC. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഈ ലൈനാണ് DC ലോഡ് ലൈൻ. DC ലോഡ് ലൈൻ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ 3 റീജിയൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് സാച്ചുറേഷൻ റീജിയൻ, അടുത്തത് കട്ട് ഓഫ് റീജിയൻ, മൂന്നാമത്തത് ആക്റ്റീവ് റീജിയൻ. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ 2 ജംഗ്ഷനും ബേസ് എമിറ്റർ ജംഗ്ഷനും ബേസ് കളക്ടർ ജംഗ്ഷനും ഓൺ ആയിരിക്കുന്ന കണ്ടീഷനാണ്. കട്ട് ഓഫ് റീജിയൻ എന്നാൽ ഈ 2 ജംഗ്ഷൻസും ഓഫാണ്. മൂന്നാമത്തെ റീജിയനാണ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഓണും ബേസ് കളക്ടർ ജംഗ്ഷൻ ഓഫുമായിരിക്കും.
അതായത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് കണ്ടീഷനിലും ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലും ആയിരിക്കും. ഈ റീജിയനിൽ മാത്രമാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അടുത്തതായി ക്യൂ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ സർക്യൂട്ടിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ബേസിലാണ്. ഈ ബേസിലേക്ക് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്തും വി സി സിന്ന് RB വഴി IB എമൗണ്ട് കറണ്ട് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് പോകുന്നുണ്ട്. ഇതിനെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്നാണ് പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് കറണ്ട്. ഈ സർക്യൂട്ടിൽ നമുക്ക് ഈ സ്റ്റഡി സ്റ്റേറ്റ് ബേസ് കറണ്ടിനെ 20 മൈക്രോ ആംപിയർ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സും DC ലോഡ് ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെയാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ബേസ് കറണ്ടിന് അനുസരിച്ച് DC ലോഡ് ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റിനെയാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ബേസിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന അനുസരിച്ച് ബേസ് കറണ്ട് വേരി ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ പോയിന്റ് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യുന്നതാണ്. ക്യൂ പോയിന്റും അതിൻ്റെ പൊസിഷനും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നോക്കാം. ട്രാൻസിസ്റ്ററിന് ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജിയനിൽ തന്നെ നിലനിർത്തേണ്ടതാണ്. ബയാസിംഗ് സർക്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് BJTയെ ബയാസ് ചെയ്യുമ്പോൾ ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജിയനിൽ തന്നെ നിലനിർത്താനും ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്ന AC സിഗ്നൽ ബേസ് കറണ്ടുമായിട്ട് സൂപ്പർഇമ്പോസ് ചെയ്ത് ക്യൂ പോയിന്റിനെ ആക്റ്റീവ് റീജിയനിൽ തന്നെ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് സാച്ചുറേഷനിലേക്കോ കട്ട് ഓഫിലേക്കോ നീങ്ങാവുന്നതാണ്. എല്ലാ ടൈപ്പ് ഇൻപുട്ട് സിഗ്നലും ക്യൂ പോയിന്റിനെ ആക്റ്റീവ് റീജിയനിൽ തന്നെ നിലനിർത്തിയാൽ മാത്രമേ ഒരു ട്രാൻസിസ്റ്ററിന് ഡിസ്റ്റോർഷൻ ഇല്ലാതെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് സിഗ്നൽ ബേസ് സർക്യൂട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു, ഔട്ട്പുട്ട് സിഗ്നൽ കളക്ടർ സർക്യൂട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒരു ആംപ്ലിഫൈഡ് വേർഷനാണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ആംപ്ലിഫിക്കേഷൻ ആക്ഷനെ ബേസ് കറണ്ടിൻ്റെയും ഔട്ട്പുട്ട് കറണ്ടായ കളക്ടർ കറണ്ടിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജായ കളക്ടർ എമിറ്റർ വോൾട്ടേജിൻ്റെയും ടൈമിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് സിഗ്നലിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ബേസ് കറണ്ട് വേരി ചെയ്യുന്നു. ബേസ് കറണ്ടിനനുസരിച്ച് കളക്ടർ കറണ്ട് വേരി ചെയ്യുന്നു. കളക്ടർ കറണ്ടിനനുസരിച്ച് VC വേരി ചെയ്യുന്നു. ഒരു ആംപ്ലിഫയറിൽ എങ്ങനെയൊക്കെ ഡിസ്റ്റോർഷൻ ഉണ്ടാകാം എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിൽ ഒരു കേസ് ബേസ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ് എങ്കിൽ, ഇവിടെ ബേസ് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. ബേസ് കറണ്ട് കൂടുതലാണ് എങ്കിൽ അത് ഈ ക്യൂ പോയിൻറ്റിനെ സാച്ചുറേഷനിലേക്കും കട്ട് ഓഫിലേക്കും കൊണ്ടുപോകുന്നതാണ്. അതിനനുസരിച്ച് ഔട്ട്പുട്ട് കറണ്ട് ICയും സാച്ചുറേഷനിലേക്കും കട്ട് ഓഫിലേക്കും പോകുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് VC എന്ന് പറയുന്നത് VCC മൈനസ് ICRC ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജും ഇതേപോലെ സാച്ചുറേഷനിലേക്കും കട്ട് ഓഫിലേക്കും പോകുന്നതായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിൽ ഡിസ്റ്റോർഷൻ കാണാൻ സാധിക്കും. ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിന്റിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫിക്കേഷനെ ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ബേസ് കറണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, ബേസ് കറണ്ട് കൂടിയാൽ ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിന്റ് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ മാറാവുന്നതാണ്. അപ്പോൾ പുതിയ ക്യൂ പോയിന്റ് അനുസരിച്ചായിരിക്കും ട്രാൻസിസ്റ്റർ പിന്നീട് ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിന്റിൻ്റെ പൊസിഷൻ അനുസരിച്ചും ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചും ആംപ്ലിഫയറിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ക്യൂ പോയിന്റ് സാച്ചുറേഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പിംഗ് ഉണ്ടാകുന്നു. ഇനി ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ സാച്ചുറേഷനിലും കട്ട് ഓഫിലും ക്ലിപ്പിംഗ് ഉണ്ടാകുന്നു. അതായത് പോസിറ്റീവിലും നെഗറ്റീവിലും ക്ലിപ്പിംഗ് ഉണ്ട്. ക്യൂ പോയിന്റ് കട്ട് ഓഫിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പിംഗ് ഉണ്ടാകുന്നു. ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിന്റിനെ ഒരു പോയിന്റിൽ തന്നെ നിലനിർത്തുന്നതിനാണ് ബയാസ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കുന്നത്. അതായത് ക്യൂ പോയിന്റിൽ വ്യത്യാസം വന്നാൽ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബയാസ് സ്റ്റെബിലൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. ബയാസ് സ്റ്റെബിലൈസേഷൻ ഡെഫിനിഷൻ ഇതാണ്: ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, പാരാമീറ്റർ വേരിയേഷൻ ആൻഡ് ട്രാൻസിസ്റ്റർ റീപ്ലേസ്മെൻറ്റ്. ട്രാൻസിസ്റ്ററിൻ്റെ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ICയും കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCയും ടെമ്പറേച്ചറിനും പാരാമീറ്റർ വേരിയേഷൻസിനും ട്രാൻസിസ്റ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റിനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഹൗ ടു അച്ചീവ് സ്റ്റെബിലിറ്റി. ബയാസ് സ്റ്റെബിലൈസേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായി 3 മെത്തേഡാണുള്ളത്. 1 സ്റ്റെബിലൈസേഷൻ ടെക്നിക്സ്, 2 കോമ്പൻസേഷൻ ടെക്നിക്സ്, മൂന്നാമതായിട്ടുള്ളത് ആംബിയൻറ്റ് ടെമ്പറേച്ചർ, ജംഗ്ഷൻ ടെമ്പറേച്ചർ ഇവയുടെ കൺട്രോളാണ്. ഇവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ടെക്നിക്കിൽ റെസിസ്റ്റീവ് ബയാസിംഗ് ഉപയോഗിച്ചുകൊണ്ട് കളക്ടർ കറണ്ട് കോൺസ്റ്റൻ്റായി നിർത്താൻ വേണ്ടി ബേസ് കറണ്ടിനെ ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ VCE
കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കളക്ടർ റെസിസ്റ്റൻസും അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ടെക്നിക്കിന് എക്സാമ്പിൾസ് ആണ് ഫിക്സഡ് ബയാസ്, കളക്ടർ ടു ബേസ് ബയാസ്, ഫിക്സഡ് ബയാസ് വിത്ത് എമിറ്റർ റെസിസ്റ്റർ, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആൻഡ് എമിറ്റർ ബയാസ്. സ്റ്റെബിലൈസേഷൻ മെത്തേഡിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ മെത്തേഡിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഓവറോൾ ഗെയിൻ കുറച്ചുകൊണ്ടാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്കായ കോമ്പൻസേഷൻ ടെക്നിക്കിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാതെ തന്നെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡയോഡ്, തെർമിസ്റ്റർ, സെൻസിസ്റ്റർ തുടങ്ങിയ കമ്പോണൻസ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നു. അടുത്തതായി നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്. എന്തിനാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് അതായത് ക്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്നു. അതായത് ഔട്ട്പുട്ട് കറണ്ട് IC ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ടാമത്തെ കാരണം പാരാമീറ്റർ വേരിയേഷനാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ പോലുള്ള പാരാമീറ്റർ ക്യൂ പോയിൻറ്റിനെ തീരുമാനിക്കുന്നു. അപ്പോൾ പാരാമീറ്ററിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റിന് വ്യത്യാസം വരുത്തുന്നു. മൂന്നാമത്തത് ട്രാൻസിസ്റ്റർ റീപ്ലേസ്മെൻ്റ് ആണ്. ഒരു ട്രാൻസിസ്റ്ററിന് പകരം മറ്റൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ പ്ലേസ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസം വരുന്നു. അതിനനുസരിച്ച് ക്യൂ പോയിൻറ്റിലും വ്യത്യാസം വരും. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത്. ആദ്യം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC നോക്കാം. കളക്ടർ കറണ്ട് ഇക്വേഷൻ IC ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ICO. അതായത് ഔട്ട്പുട്ട് കറണ്ട് IC ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ബേസ് കറണ്ട് പ്ലസ് ബീറ്റ പ്ലസ് 1 ടൈംസ് ICO, അതായത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഈ ഇക്വേഷനിൽ ICO ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാ 10 ഡിഗ്രി ടെമ്പറേച്ചർ റൈസിലും ICOയുടെ വാല്യൂ ഡബിൾ ആവുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് IC ഇൻക്രീസ് ചെയ്യുന്നു. IC ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഡിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യും. ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും ICയിൽ ഇൻക്രീസ് ഉണ്ടാവും. ഈ ക്യുമുലേറ്റീവ് പ്രോസസ്സ് BJTയെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയും ഈ പ്രോസസ്സിനെ നമ്മൾ തെർമൽ റണ്ണവേ എന്നും പറയുന്നു. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലെ VCE ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചറിനനുസരിച്ച് VCയിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അടുത്തതായി പാരാമീറ്റർ വേരിയേഷൻസ്. ബേസ് എമിറ്റർ വോൾട്ടേജ് അതായത് VBE ആണ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റിനെ തീരുമാനിക്കുന്ന ഒരു പാരാമീറ്റർ. ബേസ് എമിറ്റർ വോൾട്ടേജ് റിക്വയർഡ് ഫോർ എ ഗിവൺ കളക്ടർ കറണ്ട് വിൽ ഡിക്രീസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് VBE ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബേസ് കറണ്ട് IB ഇൻക്രീസ് ചെയ്യുന്നു. IB ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ടൈംസ് IB ആണ് IC. അതുകൊണ്ട് IC ഇൻക്രീസ് ചെയ്യുന്നു. ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പാരാമീറ്ററാണ് ബേസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ. ബീറ്റയും ICയും തമ്മിലുള്ള റിലേഷൻ IC ഈക്വൽ ടു ബീറ്റ ടൈംസ് IB. അതായത് IC ബീറ്റയ്ക്ക് പ്രൊപ്പോർഷണലേറ്റാണ്. ബീറ്റയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ICയിലും വേരിയേഷൻ ഉണ്ടാക്കുന്നു. അതുവഴി ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ട്രാൻസിസ്റ്റർ റീപ്ലേസ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ക്യൂ പോയിൻറ്റ് ചേഞ്ചാണ് അടുത്ത കാരണം. ഒരു ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യുമ്പോൾ മുൻപുണ്ടായിരുന്ന ട്രാൻസിസ്റ്ററിൻ്റെ VBയും ബീറ്റയും ആയിരിക്കില്ല പുതിയതായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ VBയും ബീറ്റയും. ഈ പാരാമീറ്റർ ചേഞ്ച് സർക്യൂട്ടിലെ ആംപ്ലിഫയറിൻ്റെ ക്യൂ പോയിൻറ്റിനെ വ്യത്യാസം വരുത്തുന്നു. അവസാനമായി ഒരു ട്രാൻസിസ്റ്റർ ബയാസിംഗ് സർക്യൂട്ടിന് വേണ്ട എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ട്രാൻസിസ്റ്റർ ബയാസിംഗ് സർക്യൂട്ട് ആംപ്ലിഫയറിൻ്റെ ക്യൂ പോയിൻറ്റ് ലോഡ് ലൈനിൻ്റെ മിഡിൽ പോർഷനിൽ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി കളക്ടർ കറണ്ട് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആക്കി തീർക്കേണ്ടതുണ്ട്. മൂന്നാമതായി ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സായ VBEക്കും ബീറ്റയ്ക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ ക്യൂ പോയിൻറ്റിനെ പറ്റിയും അതിൻ്റെ സ്റ്റെബിലൈസേഷനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.